ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിങ്ങൾ ഒരു പക്ഷേ എം ജി സെലക്ട് എന്ന് പറഞ്ഞ ഡീലർഷിപ്പുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി ഇൻ കേസ് കേട്ടിട്ടില്ല എങ്കിൽ അത് എം ജിയുടെ ഒരു പ്രീമിയം വാഹനങ്ങളൊക്കെ ഇറക്കാനുള്ള ഡീലർഷിപ്പാണ്. ഇപ്പോൾ അതിൽ വണ്ടികളൊന്നും ഇല്ല. പക്ഷേ ഈ വർഷം ആദ്യം വരാൻ പോകുന്ന വാഹനം സൈബർസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് സ്പോർട്സ് കാർ ആയിരിക്കും. അതിനുശേഷം പിന്നെ ഒരു സെലക്ട് ഡീലർഷിപ്പിൽ ഇറക്കാൻ പോകുന്ന അടുത്ത വണ്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്ന എം ജി മീഫ 9 എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണലി വരുന്ന ഇന്ത്യയിൽ എം ജി M9 എന്ന് പറഞ്ഞ പേരിൽ ഇറക്കാൻ പോകുന്ന ഈ എം പി വി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാൻ എന്ന രീതിയിലൊക്കെ പറയാം. കാരണം നല്ല വലിയ സൈസിൽ വരുന്ന ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള വാനാണിത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് എല്ലാ ഫീച്ചേഴ്സും അതുപോലെ സംഭവങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വാഹനം അവരിപ്പം ഇന്ത്യ ബൗണ്ട് വേർഷൻ നമ്മളിപ്പോൾ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ആസ്പെക്ട്സ് എടുക്കാനാണെങ്കിൽ കാണുന്ന പോലെ തന്നെ നല്ല വലുപ്പമുള്ളൊരു വണ്ടിയാണ്. ഫ്രണ്ട് പ്രൊഫൈലൊക്കെ നമുക്ക് വളരെ സ്ലീക്ക് ആയിട്ടുള്ള DRLs ആണ് ടോപ്പ് പോർഷനിൽ കിട്ടുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴത്തേക്ക് ഇതിൻ്റെ ഒരു മെയിൻ ലൈറ്റ്സിൻ്റെ സെറ്റപ്പ് കാണില്ലായിരിക്കും. കാരണം അതിൻ്റെ ഇടയിൽ അവർ എയറോഡൈനമിക് ആയിട്ടുള്ള ബിറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ മെയിൻ ഹെഡ് ലാംപ്സ് വരുന്നത്. അത് LED ആണ്. പിന്നെ താഴത്ത് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് പാനലൊക്കെ വരുന്നുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഗ്രില്ലൊന്നും കൊടുത്തിട്ടില്ല ഇലക്ട്രിക് ആയതുകൊണ്ട്. ഡയമെൻഷൻസ് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടി കാണും. 5 മീറ്ററിന് മുകളിൽ നീളമുള്ള വാഹനമാണ്. 5270 മില്ലിമീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഈവൻ വിഡ്ത്ത് ആണെങ്കിൽ പോലും 2000 മില്ലിമീറ്റേഴ്സ്, അതായത് 2 മീറ്റർ വരുന്നുണ്ട്. ഹൈറ്റും 1850 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. സോ ഏതൊരു ആംഗിളിൽ നോക്കിയാലും ഒരിക്കലും ഒരു ചെറിയ വാഹനമല്ല ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ 19 ഇഞ്ച് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ഇത്തിരി ആവറേജ് ആണ്. പക്ഷേ അത് കാണുമ്പോൾ പെട്ടെന്ന് 19 ഇഞ്ചാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ വാഹനത്തിൻ്റെ ഇത്രയും മാസീവ് സൈസാണ്. ഇത്രയും വലിയ സൈസിൽ 19 ഇഞ്ച് വീൽസ് പോലും നമുക്കൊരു 17-16 ആ റേഞ്ച് വരെയൊക്കെ തോന്നുന്നുള്ളൂ. അതാണ് ഈ വാഹനത്തിൻ്റെ സൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്ലൈഡിംഗ് ഡോർസാണ് ബാക്കിൽ വരുന്നത്. അത് ഇലക്ട്രിക് ആണ്. അതല്ലാതെ നമുക്ക് ഫ്രണ്ടിൽ നോർമൽ ഡോർ തന്നെയാണ് വരുന്നത്. പിന്നെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം തേർഡ് റോയിലും ആൾക്കാർക്ക് നന്നായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് അത്രയും ബേസിക് ആയിട്ട് തോന്നില്ല. കാരണം ടെയിൽ ലാംപ്സ് അവർ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷനിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പിന്നെയും കുറച്ച് LED എലമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് M9 EV എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും എം ജിയുടെ ലോഗോ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. വളരെ ബോക്സി ആയിട്ടുള്ള ഒരു റിയർ എൻഡാണ്. ശരിക്കും ഒരു പെട്ടി എങ്ങനെയാണ് അതുപോലെ തന്നെയാണുള്ളത്. ഒരു ടിപ്പിക്കൽ വാൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇനി ബൂട്ട് സ്പേസ് ഇത്രയും വലിയ സൈസ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ 3 റോസും അപ്പാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്. ഇത്രയും ഇതിൻ്റെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് ലഗേജ് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കിയ കാർണിവലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ്. ഇൻറ്റീരിയർ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് അതിൻ്റെ സ്ക്രീനൊക്കെ ഒരിത്തിരി ചെറുതായിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി അത് അത്രയും ചെറിയ സ്ക്രീൻ അല്ല. സ്റ്റിയറിംഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രസീവ് ആയിട്ട് തോന്നുന്നില്ല. ബട്ട് കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചസിൻ്റെ ഒരു കളർ TFT ഡിസ്പ്ലേ ആണ് നമുക്ക് ഡ്രൈവറിനായിട്ട് കിട്ടുന്നത്. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അല്ലാതെ ഇൻഫോർടൈൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ അതും 12.3 ഇഞ്ചാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ, അതായത് ഭയങ്കര വീതിയുള്ളൊരു ക്യാബിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 12.3 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്ര ചെറുതല്ല. ഇൻ്റർനാഷണലി പിന്നെ ഈ വാഹനത്തിന് മൾട്ടിപ്പിൾ സ്ക്രീൻസ്, അതായത് 3 സ്ക്രീൻസ് ഒരൊറ്റ ലെയറിൽ നിൽക്കുന്ന പോലത്തെ കോൺഫിഗറേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്തായാലും അവരത് കൊടുത്തിട്ടില്ല. ഈ ഒരു കൺഫിഗറേഷനാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. പിന്നെ AC വെൻസിൻ്റെ ഒക്കെ ഡിസൈൻ കാണാം. അവരൊറ്റ കണക്റ്റഡ് ഫ്ലോയിൽ അങ്ങ് പോകുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് ഓട്ടോ AC കൺട്രോൾസും ടച്ച് സെൻസിറ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിലൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ആണ്. ആൻഡ് ഈവൻ സെൻറ്റർ കൺസോൾ ഏരിയ നോക്കുകയാണെങ്കിലും കപ്പ് ഹോൾഡേഴ്സും അതുപോലെ ഒരു ട്രാക്ക് വയർലെസ് ചാർജിങ് പാഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ടോപ്പ് പോർഷനിൽ ഈ വാഹനത്തിന് നല്ലൊരു ആംറസ്റ്റും അതുപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴത്ത് വേറൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവിടെയും ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ ചാർജിങ് പോയിന്റ്സ് ഒക്കെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഇൻസൈഡ് റിയർ വ്യൂ മിററിൽ നിങ്ങൾ ചിലപ്പം റേഞ്ച് റോവറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഓർ ലാൻഡ് റോവറിൻ്റെ പല വാഹനങ്ങളിലും നമുക്ക് റിയർ വ്യൂ മിററിൽ ക്യാമറ വരുന്നുണ്ട്. ഈ വാഹനത്തിലും അങ്ങനെ ഒരു ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൺറൂഫിൻ്റെ പരിപാടി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കാണുമ്പം സിംഗിൾ പെയിൻ സൺറൂഫ് ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ ഇത് ഡ്രൈവറിനും കോ പാസഞ്ചറിനും മാത്രമുള്ള സൺറൂഫാണ്. ബാക്കി ബാക്കിലിരിക്കുന്ന 2 റോസിലുള്ളവർക്ക് വേറെ പാനറോമിക് സൺറൂഫ് ഉണ്ട്. അതിൻ്റെയും സൈസ് അത്യാവശ്യം വലുതാണ്. അവർ 2nd റോ തൊട്ട് 3rd റോ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കംഫർട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സംഭവം സീറ്റ്സ് ആണ്. ഈവൻ ദോ ഫ്രണ്ട് സീറ്റ്സ് അല്ല, 2nd റോ സീറ്റ്സ് ആണ്. പക്ഷെ എന്നാൽ പോലും ഫ്രണ്ട് സീറ്റ്സും അത്യാവശ്യം നല്ലതാണ്. വളരെ നല്ല കുഷനിങ് ഒക്കെ ഉള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നമുക്ക് അതിൻ്റെ ടിൽറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മൊത്തത്തിലുള്ള സീറ്റ്സിൻ്റെ ഫിനിഷ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു പ്രീമിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ലെതററ്റ് ഫിനിഷാണ് ഒബ്വിയസ്ലി. പിന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഫ്രണ്ട് സീറ്റ്സിനും അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ എയർ ബാഗ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ 2nd റോ സീറ്റ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ കാർണിവലൊക്കെ
ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല സീറ്റ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള പ്രീമിയം സീറ്റ്സ് ഈ ഒരു പ്രൈസ് പോയിന്റിലെന്നല്ല, ഇതിനെ കുറച്ച് മുകളിലുള്ള വണ്ടികളിൽ പോലും ഓഫർ ചെയ്യുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടൊയോട്ട വെൽഫെയർ ഒക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ലെക്സസ് എല്ലാം. അത് രണ്ടും സെയിം വണ്ടികളാണ്. ലെക്സസ് ഇത്തിരി കൂടെ പ്രീമിയം ആണെന്നുള്ളൂ, അതായത് പ്രൈസിൽ. ഇതിൻ്റെ ഓവറോൾ ഫിനിഷ് നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ആണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംറെസ്റ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേ മാനുവലായിട്ട് റിട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലുണ്ട്. ഇതിനൊക്കെ പുറമെ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് റിക്ലൈൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ കാഫിന് സപ്പോർട്ട് കിട്ടുന്ന അഡീഷണൽ ഫീച്ചർ, പിന്നെ വെന്റിലേഷൻ, ഹീറ്റിംഗ്, അതുപോലെ മസാജ് ഫംഗ്ഷൻ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് സോക്കറ്റ്സ് ഒക്കെ ഡെഫിനറ്റ്ലി റിയർ പാസഞ്ചേഴ്സിന് അവൈലബിൾ ആണ്. റിയർ AC വെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ബാക്കിലിരുന്ന് പോകാൻ വേറെ ലെവൽ വാഹനം തന്നെയാണിത് എന്ന് പറയും. ഇത് വണ്ടി ഏകദേശം കാർണിവലിൻ്റെ പ്രൈസിലായിരിക്കും വരുന്നത്. പക്ഷേ ആ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ ലെവലായിട്ടുള്ള ഒരു റിയർ സീറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റോ ഓഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി തേർഡ് റോ എടുക്കാനാണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഉണ്ട്. ആംറെസ്റ്റ് ഒന്നും തേർഡ് റോ പാസഞ്ചേഴ്സിന് കിട്ടുന്നില്ല, അതായത് നടുവിലുള്ള ആംറെസ്റ്റ്. പക്ഷേ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അത്രയും വീതി ബാക്കിലുള്ള സീറ്റിന് വരുന്നുണ്ട്. ഇത് ശരിക്കും പ്രോപ്പർ 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് തന്നെയാണ്. 60-40 സ്പ്ലിറ്റ് ഒക്കെ അതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് സ്പേസ് നോക്കുകയാണെങ്കിലും നമുക്കിപ്പം പൊതുവേ 7 സീറ്റർ വണ്ടികളെന്ന് പറയുമ്പോൾ ബാക്ക് സീറ്റ്സ്, അതായത് തേർഡ് റോ സീറ്റ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ലോങ് ജേർണി ഒന്നും പോകാൻ പറ്റാത്ത രീതിയിലായിരിക്കും. പക്ഷേ ഈ വണ്ടിക്കകത്ത് തേർഡ് റോയിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലിരിക്കാം. നമ്മൾ ഒരുപാട് നീ സപ്പോസിഷനിലല്ല ഇരിക്കുന്നത്. ഇതൊരു വാൻ ആയതുകൊണ്ട് അക്കാര്യത്തിലൊരു പ്രാക്ടിക്കാലിറ്റി ഫാക്ടർ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്കൊക്കെ വരാനാണെങ്കിൽ ഇന്ത്യയിൽ MG വാഹനം ഒരൊറ്റ ബാറ്ററി കൺഫിഗറേഷനിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതൊരു 90 kWh യൂണിറ്റാണ്. LFP ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 430 km ആണ് ഇതിൻ്റെ WLTP ക്ലെയിംഡ് റേഞ്ച്. അതായത് നമുക്ക് റിയൽ ലൈഫ് എങ്ങനെയായാലും ഒരു 350 to 400 അടുത്ത് എങ്ങനെയാലും കിട്ടും. 400 ആക്ച്വലി സുഖമായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇത്രയും വലിയ ബാറ്ററി പാക്കാണ്. പിന്നെ ഈ വണ്ടിയുടെ സൈസ് വലുതായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത്തിരി കോംപ്രമൈസ്ഡ് ആയിട്ട് തോന്നുന്നത്. അത് ഇത്രയും വലിയ ബാറ്ററി സൈസ് ആയിട്ട് പോലും. പിന്നെ പവർ 244 PS, ടോർക്ക് 350 Nm ആണ്. സഫീഷ്യൻ്റ് ആണെന്ന് പറയും. ഇതിൻ്റെ പിന്നെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ഒന്നും അല്ലല്ലോ. EV ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് എന്തായാലും ഗെറ്റ് ഗോ മുതൽ തന്നെ കിട്ടും. പക്ഷേ ഭയങ്കര സഡൻ ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ അല്ല അവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന വണ്ടിയാണല്ലോ. എന്തായാലും അല്ലാതെ നോക്കുകയാണെങ്കിൽ ചാർജിങ് ഒക്കെ അത്യാവശ്യം ഫാസ്റ്റാണ്. 125 kWh DC ഫാസ്റ്റ് ചാർജറിൽ കുത്തുകയാണെങ്കിൽ 30 to 80% നമുക്ക് അരമണിക്കൂറിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ ബാറ്ററി സൈസ് ആണെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് വലിയ കുഴപ്പമില്ല. ഇനി പ്രൈസിൻ്റെ കേസൊക്കെ എടുക്കാനാണെങ്കിൽ ഈ വണ്ടി ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 60 to 70 lakhs ഇടയിൽ വരും എന്നാണ്. അതായത് ഏകദേശം നമ്മുടെ കാർണിവലിൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റിലേക്ക് തന്നെ ഇത് പോയി വീഴുന്നുണ്ട്. 65 lakhs വരികയാണെങ്കിൽ കാർണിവലിൻ്റെ ഓൺ റോഡ് പ്രൈസിനൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇത്തിരി കുറവായിരിക്കും. കാരണം ഇലക്ട്രിക് വാഹനങ്ങളിൽ പൊതുവെ അപ്ലൈ ചെയ്യുന്ന ടാക്സ് ഒക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് വാഹനത്തിന് കിട്ടും. പിന്നെ അത്രയും വില കൊടുത്ത് നമ്മളൊരു ഇലക്ട്രിക് വാഹനം, അതും 400 km അടുത്തൊക്കെ ഓടുകയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് മോശമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഒരുപാട് റണ്ണിംഗ് ഒന്നും ഇല്ല. അറ്റ് എ ടൈം 400 km മുകളിലൊന്നും ഓടുന്നില്ല എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റിയ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു MPV തന്നെയാണ് ഇത്. എന്തായാലും ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.